ഉദ്ഘാടന ചടങ്ങ് നടക്കാൻ പോകുന്നു. കൈപിടിച്ചാണ് പിണറായി വിജയനും MK സ്റ്റാലിനും രണ്ട് സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാർ അവിടെ എത്തിയിട്ടുള്ളത്. നമ്മൾ സമാനമായ കാഴ്ച നേരത്തെയും കണ്ടിട്ടുണ്ട്. ഈ വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ 100ാം വാർഷികാഘോഷ വേളയിലൊക്കെ വലിയ പരിപാടികൾ തമിഴ്നാട്ടിലും നമ്മൾ കണ്ടിരുന്നു. ചെന്നൈയിൽ സംഘടിപ്പിച്ച പരിപാടി നമ്മൾ കണ്ടതാണ്. അതിനുവേണ്ടി മുഖ്യമന്ത്രി പിണറായി വിജയൻ അവിടെ എത്തിയിരുന്നു. ഇപ്പോൾ ഇതാ നോക്കൂ, അതിൻ്റെ ഉദ്ഘാടന ചടങ്ങിലേക്ക് കടക്കുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒപ്പം MK സ്റ്റാലിൻ രണ്ടുപേരും ചേർന്ന് ആ നവീകരിച്ച സ്മാരക മന്ദിരത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു കഴിഞ്ഞിരിക്കുന്നു. ദ്രാവിഡ കഴകത്തിൻ്റെ അധ്യക്ഷനടക്കമുള്ളവരുണ്ട്, തമിഴ്നാട്ടിലെ മന്ത്രിമാരുണ്ട്, കേരളത്തിൽ നിന്നുള്ള മന്ത്രിമാരുണ്ട്. അങ്ങനെ ഇരുവരും ആ നവീകരിച്ച സ്മാരക മന്ദിരത്തിലേക്ക് കടക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ജീവിത വഴി, പെരിയവരുടെ ജീവിത വഴി സൂചിപ്പിക്കുന്ന നിർണായകമായ അഭിമാന നിമിഷങ്ങൾ സൂചിപ്പിക്കുന്ന ചിത്രങ്ങളൊക്കെ അവിടെ ഒരുക്കിയിട്ടുണ്ട്. അങ്ങനെ തന്ത്രി പെരിയാർ മ്യൂസിയം, അതിലേക്കാണ് ഇപ്പോൾ ഇരു മുഖ്യമന്ത്രിമാരും കടന്നെത്തുന്നത്. അതിൻ്റെ നിർണായക മുഹൂർത്തങ്ങൾ, അദ്ദേഹത്തിൻ്റെ ജീവിത ചിത്രം, അത് വിശദീകരിക്കുന്ന ചിത്രങ്ങൾ അവിടെ കാണാം. അത് സംബന്ധിച്ച് ഇപ്പോൾ തമിഴ്നാട് മന്ത്രിമാരടക്കം സംസാരിക്കുന്നുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയനും മുഖ്യമന്ത്രി MK സ്റ്റാലിനും ഇപ്പോൾ ആ മ്യൂസിയത്തിനകത്താണ് ഉള്ളത്. വിഷ്ണു സുരേഷ് ഇപ്പോൾ ചേരുന്നുണ്ട്. വിഷ്ണു, അപ്പോൾ ഉദ്ഘാടനം കഴിഞ്ഞിരിക്കുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനും മുഖ്യമന്ത്രി MK സ്റ്റാലിനും ചേർന്നാണ് അത് ഉദ്ഘാടനം ചെയ്തത്. ഇപ്പോൾ മ്യൂസിയത്തിനുള്ളിൽ രണ്ട് മുഖ്യമന്ത്രിമാരും മന്ത്രിതല സംഘമൊക്കെ ഉണ്ട്. അല്പസമയത്തിനകം അവർ പൊതുസമ്മേളന വേദിയിലേക്ക് എത്തുമല്ലോ വിഷ്ണു? ഉമേഷ്, ആ മ്യൂസിയത്തിനുള്ളിലാണ് വിപുലമായ കാര്യങ്ങളൊക്കെ ഒരുക്കിയിരിക്കുന്നത്. പ്രത്യേകിച്ച് പുസ്തകങ്ങൾ, അതോടൊപ്പം തന്നെ ഈ രാമസ്വാമി നായ്ക്കറുമായി ബന്ധപ്പെട്ടുള്ള ചിത്രങ്ങൾ ഒക്കെ ആ മ്യൂസിയത്തിനകത്താണ് ഉള്ളത്. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടുള്ള ചിത്രങ്ങളൊക്കെ ആ ദൃശ്യങ്ങളിൽ കാണാം. MK സ്റ്റാലിനും പിണറായി വിജയനും VN വാസവനും അടക്കമുള്ള മന്ത്രിമാർ ആ ചിത്രങ്ങളൊക്കെ നോക്കുകയാണ്. അതിനുശേഷം അവിടെ ഒരു ലൈബ്രറി കൂടി സജ്ജീകരിച്ചിട്ടുണ്ട്. ആ ലൈബ്രറിയിൽ കൂടി അവർ പോകുമെന്നാണ് ലഭിക്കുന്ന വിവരം. അതിനുശേഷമായിരിക്കും അവിടെ നിന്ന് ഈ വൈക്കം ബീച്ചിൽ പ്രത്യേകം സജ്ജീകരിച്ചിട്ടുള്ള സാംസ്കാരിക വേദിയിലേക്ക് എത്തുകയും ഈ സമാപന പരിപാടികൾ ഉദ്ഘാടനം ചെയ്യുന്ന നടപടിയിലേക്ക് കടക്കുകയും ചെയ്യുക. തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം EV രാമസ്വാമി നായ്ക്കർ, പ്രത്യേകിച്ച് DMK സംബന്ധിച്ചിടത്തോളം അവരുടെ വികാരം എന്നതിനപ്പുറത്തേക്ക് മറ്റൊന്നും പറയാനില്ല. കാരണം അവർ ജീവിക്കുന്നത് തന്നെ അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുള്ള ആശയങ്ങളും അദ്ദേഹം ഉയർത്തിപ്പിടിച്ചിട്ടുള്ള ആ സന്ദേശങ്ങളും കൊണ്ട് തന്നെയാണ്. കാലാതീതമാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ. പ്രത്യേകിച്ച് ജാതി മേൽക്കോയ്മയ്ക്കെതിരെ ഇത്രയേറെ സംസാരിച്ചിട്ടുള്ള, അംബേദ്കറിനോളം പോലെ തന്നെ ജാതി മേൽക്കോയ്മയ്ക്കെതിരെ ഇത്രയോളം സംസാരിച്ചിട്ടുള്ള ഒരാൾ ഉണ്ടോ എന്ന കാര്യം സംശയമാണ്. അതുകൊണ്ട് തന്നെയാണ് വൈക്കം സത്യാഗ്രഹ സമയത്ത് കോൺഗ്രസിൻ്റെ മറ്റു നേതാക്കൾ, TP മാധവൻ അടക്കമുള്ള നേതാക്കന്മാർ ജയിലിലായപ്പോൾ ആര് സമരത്തെ നയിക്കുമെന്ന ചോദ്യത്തിന് കോൺഗ്രസിന് പെട്ടെന്നൊരു ഉത്തരം കണ്ടെത്താനായത്. ആ ഉത്തരം എന്നത് EV രാമസ്വാമി നായ്ക്കർ എന്ന പേരായിരുന്നു. അദ്ദേഹം ഇങ്ങോട്ടേക്ക് എത്തി അദ്ദേഹം നടത്തിയ പ്രസംഗങ്ങൾ അന്ന് ഏറെ ചർച്ച ചെയ്യപ്പെട്ടു. അതിപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്ന നമുക്കറിയാം, ഇപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. വളരെ ശക്തമായി തന്നെ പല ഘട്ടങ്ങളിലും ഈ ജാതി വിവേചനവുമായി ബന്ധപ്പെട്ട് ഏത് ചർച്ച വന്നാലും ആദ്യം ഉയരുന്ന പേരുകളിലൊന്ന് EV രാമസ്വാമി നായ്ക്കറുടേതാണ്. ഈ സമരം മൂർച്ഛിച്ച ഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ ആളുകൾക്കിടയിൽ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഘട്ടത്തിലാണ് അദ്ദേഹം ജയിലിലടക്കപ്പെടുന്നത്. ജയിലിലടക്കപ്പെടുന്ന ഘട്ടത്തിലും അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങളൊക്കെ പുറത്ത് വലിയ ചർച്ചയായിരുന്നു. ഈ വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് കേരളമൊന്നാകെ അദ്ദേഹത്തിനുണ്ടായിരുന്ന പേര് വൈക്കം വീരർ എന്ന പേരിലാണ് EV രാമസ്വാമി നായ്ക്കർ അറിയപ്പെടുന്നത്. ഈ സമരത്തിൻ്റെ മുൻനിര പോരാളിയായിരുന്നു. വൈക്കം സത്യാഗ്രഹ സമരം ഇത്രയേറെ ഇങ്ങളിലേക്ക് എത്തിച്ചേരാനും അല്ലെങ്കിൽ അതൊരു വിജയത്തിലേക്കൊക്കെ പോകാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് EV രാമസ്വാമി നായ്ക്കർ നടത്തിയ പോരാട്ടമാണ് എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല. ആ പോരാട്ടത്തിൻ്റെ ഒരു അംഗീകാരം എന്ന നിലയിൽ, അല്ലെങ്കിൽ ആ പോരാട്ടത്തിൽ അദ്ദേഹം ഇവിടെ അവശേഷിപ്പിച്ചു വെച്ചിട്ട് പോലുള്ള അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ സംരക്ഷിക്കുക, അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ, ചിത്രങ്ങളെല്ലാം സംരക്ഷിക്കുക എന്നുള്ളൊരു തീരുമാനത്തിലാണ് തമിഴ്നാട് സർക്കാർ കേരള സർക്കാരിനെ ബന്ധപ്പെടുകയും ആ സ്മാരകം അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന പ്രതിമ അടക്കമുള്ള കാര്യങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്നൊരു ആവശ്യം മുന്നോട്ട് വെക്കുകയും ചെയ്തത്. സംസ്ഥാന സർക്കാർ ഇരുകൈ നീട്ടി തമിഴ്നാട് സർക്കാരിൻ്റെ ആവശ്യം അംഗീകരിച്ചു. ഇന്ന് അത് പൂർത്തിയായിരിക്കുന്നു, യാഥാർത്ഥ്യമായിരിക്കുന്നു. വൈക്കം വലിയ കവലയിലുള്ള സ്മാരകം നവീകരിച്ച്. ശരി വിഷ്ണു, ഇപ്പോൾ ഇരു നേതാക്കളും ആ മ്യൂസിയം സന്ദർശിക്കുകയാണ്.